സീതാവിയോഗത്തിന് ശേഷം ലക്ഷ്മണവിയോഗം. ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് മറ്റൊന്നുകൂടി വരുന്നതിനാണ് സീതാവിയോഗത്തിന് ശേഷം ലക്ഷ്മണവിയോഗമെന്ന് പറയുന്നത്. രാവണവധം കഴിഞ്ഞ് ലങ്കയിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന സീതയെ അഗ്നിപരീക്ഷയ്ക്ക് ശേഷമാണ് ശ്രീരാമൻ കൈക്കൊണ്ടത്. എന്നിട്ടും ദുരാരോപണം നിലനിൽക്കുന്നത് കൊണ്ട് ശ്രീരാമൻ വീണ്ടും തൻ്റെ ഭാര്യയെ കാട്ടിലുപേക്ഷിക്കുകയും ചെയ്തു. ആശ്രമത്തിൽ വളരുന്ന സ്വന്തം മക്കളായ ലവകുശന്മാർ ശ്രീരാമൻ്റെ ആഘോഷത്തെ പിടിച്ചുകെട്ടുകയും അതോടെ സീതയുടെയും ശ്രീരാമൻ്റെയും സമാഗമം വീണ്ടും ഉണ്ടാകുകയുമാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ശ്രീരാമൻ്റെ ഭാര്യയാകേണ്ടി വന്ന സീത കൊട്ടാരത്തിൽ വാഴണം. അതിന് വേണ്ട ഒരു അഗ്നിപരീക്ഷയും ദുഃഖിതയായ സീതയ്ക്ക് നേരിടേണ്ടി വന്നു. ഭൂമിദേവിയെ വിളിച്ചു അതിനുശേഷം ഭൂമി പിളർന്നുകൊണ്ട് സീത അന്തർധാനം ചെയ്തു, അല്ലെങ്കിൽ സീത ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. കോപം കൊണ്ട് ജ്വലിച്ചു നിന്ന ശ്രീരാമൻ മഹർഷിമാരുടെ സ്വാതന്ത്ര്യവാചനങ്ങൾ കേട്ട് ശാന്തനായെങ്കിലും രാജകാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അമംഗളങ്ങൾ അങ്ങിങ്ങ് കണ്ടു തുടങ്ങി. ഭരണകാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരുതരം വിരക്തിയാണ് അനുഭവപ്പെട്ടത്. യാന്ത്രികമായി ദിവസങ്ങൾ തള്ളി നീക്കി ഒരു ദിവസം അസാമാന്യ തേജസ്വിയായ ഒരു ദിവ്യൻ ശ്രീരാമൻ്റെ മുന്നിലെത്തി. ദിവ്യനെ ശ്രീരാമൻ യഥോചിതം സൽക്കരിച്ചിരുത്തി കൊണ്ട് എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ചു. എനിക്ക് സ്വകാര്യമായി അങ്ങോട്ട് ചിലത് സംസാരിക്കുവാനുണ്ട് എന്ന് അറിയിച്ചു. ഇന്നത്തെ കാലത്ത് ചില പുരോഹിതന്മാർ നടത്തുന്ന കുമ്പസാരം പോലെ ഇതിനെ കണക്കാക്കാൻ സാധിക്കും. അത് കേൾക്കാൻ ശ്രീരാമൻ സന്നദ്ധനായെങ്കിലും അതുകൊണ്ടായില്ല സംസാരിക്കുമ്പോൾ ആരും അടുത്തുണ്ടായിരിക്കാൻ പാടില്ല എന്നും ആരെങ്കിലും കടന്നു കയറിയാൽ അങ്ങ് അവരെ വധിക്കുകയോ എന്നേക്കുമായി ഉപേക്ഷിക്കുകയോ ചെയ്യണമെന്നും ഇക്കാര്യം അങ്ങ് പ്രതിജ്ഞ എടുക്കണമെന്നും ആ ദിവ്യൻ ശ്രീരാമനോട് പറഞ്ഞു. ശ്രീരാമൻ അതും സമ്മതിച്ചു. അവർ രണ്ടുപേരും രഹസ്യമായി ഏകാന്തതയിലിരുന്ന് സംഭാഷണം ആരംഭിച്ചു. ലക്ഷ്മണൻ വാതിക്കൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞ് സനകാദി മുനികൾ അയോധ്യയിൽ വന്നു. ശ്രീരാമനെ കാണണമെന്ന് ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു. വ്യവസ്ഥകളറിയാവുന്ന ലക്ഷ്മണൻ കുറച്ച് കഴിഞ്ഞാവാം എന്ന് സനാദി മുനികളോട് അറിയിച്ചു. ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ നിർവാഹമില്ല. സനകാദി മുനികൾ അറിയിക്കുകയും അവർ ക്ഷുഭിതരാകുകയും ചെയ്തു. ഇപ്പോൾ ജ്യേഷ്ഠനെ കാണാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് ലക്ഷ്മണൻ ഷടിച്ചു പറഞ്ഞു. മുനിമാർ പിന്തിരിയാൻ ഭാവമില്ല. അവരുടെ കൈവശം ശാപമെന്ന ചക്രായുധമുണ്ടല്ലോ. ഒരു നിമിഷം കഴിഞ്ഞാൽ നിന്നെയും നിന്റെ വംശത്തെയും ഞങ്ങൾ ശപിച്ച് ചാമ്പലാക്കുമെന്നും സനകാദി മുനികൾ ലക്ഷ്മണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. മഹാത്മാക്കളെ, ക്ഷമിക്കുമാറാകണം. ഞാൻ ഇപ്പോൾ തന്നെ വിവരം അറിയിക്കാം എന്ന് ലക്ഷ്മണൻ അവരുടെ കാല് പിടിച്ചു. മഹാരാജാവിൻ്റെ ഉത്തരവിനെതിരായി തന്നെ ലക്ഷ്മണൻ ശ്രീരാമ സന്നിധിയിലെത്തി സനകാദികളുടെ ആഗമന വൃത്താന്തം അറിയിക്കുകയും ചെയ്തു. ആരു തന്നെയായാലും സത്യനിഷേധത്തിന് ശ്രീരാമൻ ലക്ഷ്മണനെ കുറ്റപ്പെടുത്തി അനുജനെ എന്നേക്കുമായി പരിത്യജിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് മുനിമാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പുറത്തേക്ക് വരികയും ആശ്ചര്യം, അവിടെ മുനിമാരെ കാണാനില്ലാതെ ഇരിക്കുകയും ചെയ്തു. നിരാശനായ ശ്രീരാമൻ വേഗം അകത്തേക്ക് കയറി. അകത്തുണ്ടായിരുന്ന ദിവ്യ മഹർഷിയും അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. ശ്രീരാമൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായത് കാരണം ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം ഭൂമിയിലേക്ക് വന്ന യമധർമ്മനും കൂട്ടരുമായിരുന്നു ദിവ്യമീനയും സന്ദർശകന്മാരും. സീതാവിരഹവും ലക്ഷ്മണവിയോഗവും കൊണ്ട് വ്യാകുല ചിത്തനായ ശ്രീരാമൻ ജീവിതം പിടിയാൻ തീരുമാനിച്ചു. ബന്ധുജനങ്ങളുടെയും പരിവാരങ്ങളുടെയും അകമ്പടിയോടുകൂടി അദ്ദേഹം അയോധ്യയുള്ള സരയൂ തീരത്തെത്തി. സരയൂ നദിയിൽ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. സീതാവിയോഗത്തിന് ശേഷം ലക്ഷ്മണവിയോഗവും ശ്രീരാമൻ്റെ ആത്മഹത്യയും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് കർക്കിടക മാസമാണ്, രാമായണ മാസമാണ്. രാമനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സീതയെക്കുറിച്ചും മനസ്സിലാക്കണം. അതുപോലെ തന്നെ
ലക്ഷ്മണനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ അത് ഇന്ത്യയെപ്പോലുള്ള ജനാധിപത്യ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്ന വർഗീയവാദികൾക്ക് ഒരു ശിക്ഷ കൊടുത്തുകൊണ്ടായിരിക്കണം, നമ്മുടെ രാജ്യ താല്പര്യം മുൻനിർത്തിയായിരിക്കണം നമ്മൾ ഇവരെയൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇവരുടെയൊക്കെ ജീവിത കഥകൾ നമുക്ക് നൽകുന്നത് വേദനയും ദുഃഖവും മാത്രമാണ്. അത് മനസ്സിലാക്കിയായിരിക്കണം, അല്ലാതെ ഒരു ഭക്തിയുടെ മറവിൽ കാപട്യം കാണിച്ചുകൊണ്ട് മനുഷ്യ ജീവനുകളെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയുമായി ഏത് ഭരണകൂട കർത്താക്കളായാലും ജനങ്ങളായാലും മതഭ്രാന്തന്മാരായാലും തീവ്രവാദികളായാലും അവയെ നിയമപരമായി ശക്തമായി നേരിടേണ്ടതിന് നിങ്ങളുടെ വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുധമായ വോട്ട് എന്നുള്ള നിങ്ങളുടെ രക്തരഹിതമായ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പടക്കം കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾക്ക് കഴിയുവാൻ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗ്രാമസ്നേഹിയുടെ ഈ ഒരു കഥാസന്ദർഭം നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഈ ചരിത്രകഥയുടെ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കുവാനും വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം ഉണ്ടാകട്ടെ. ജനാധിപത്യം പുലരട്ടെ. ജനാധിപത്യവാദികളായ നിങ്ങൾക്ക് നല്ലൊരു ജനാധിപത്യത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.